Hi learners, welcome back to Recode Guru. നമുക്കറിയാം ജാവ എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റിയുള്ള നമ്മുടെ കോഴ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് അതിൻ്റെ ഹിസ്റ്ററി എന്നും എന്തിനു വേണ്ടി നമ്മൾ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം, അതിൻ്റെ ആവശ്യകത എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 1995 സൺ മൈക്രോ സിസ്റ്റംസ് ആണ് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. അതിനുശേഷം 2009 കൂടി ഒറാക്കിൾ സൺ മൈക്രോ സിസ്റ്റംസ് വാങ്ങിക്കുകയും ഇപ്പോൾ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒറാക്കിളിൻ്റെ നിയന്ത്രണത്തിലാണ്. ജെയിംസ് ഗോസ്ലിംഗ് ആണ് ഫാദർ ഓഫ് ജാവ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സ് അറിയപ്പെട്ടിരുന്നത് ഗ്രീൻ ടീം എന്നാണ്. അതിൽ മെയിനായിട്ടുണ്ടായിരുന്നത് ജെയിംസ് ഗോസ്ലിംഗ്, മൈക്ക് ഷെർഡിൻ ആൻഡ് പാട്രിക് നോട്ടൺ. ഇവരടങ്ങുന്ന ടീം മെമ്പേഴ്സാണ് ഏർലി 90s തന്നെ ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള റിസർച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അവരുടെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക, അത് ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസ് ലൈക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ടെലിവിഷൻ അല്ലെങ്കിൽ സെറ്റ് ബോക്സിലൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിന് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിവൈസസുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവായിട്ട് നടത്താൻ പാകത്തിന് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതുമാത്രമല്ല, അവരുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഈ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ക്രോസ് പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻസിനെ സപ്പോർട്ട് ചെയ്യണം എന്നും കൂടി അവരുടെ ഗോളിലുണ്ടായിരുന്നു. എന്താണ് ഈ ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു സെയിം ആപ്ലിക്കേഷൻ തന്നെ ഡിഫറെൻറ്റ് ഡിവൈസസിൽ ലൈക്ക് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിലോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോ സെയിം ആയിട്ട് ഒരു മോഡിഫിക്കേഷൻസും കൂടാതെ റൺ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ ആ ആപ്ലിക്കേഷൻസിനെ ക്രോസ് പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മൾട്ടിപ്പിൾ ഡിവൈസസുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ഗോൾ. അപ്പോൾ അവരുടെ മോട്ടോ നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും: വൺസ് റൈറ്റ് ആൻഡ് യൂസ് എനിവെയർ. അതായിരുന്നു അവരുടെ മെയിൻ മോട്ടോ. ഒരു തവണ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു തവണ എഴുതുക, യൂസ് എനിവെയർ, എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യുക, വിത്തൗട്ട് എനി ചേഞ്ച് ഓർ വിത്തൗട്ട് എനി മോഡിഫിക്കേഷൻസ്. അതായിരുന്നു അവരുടെ മോട്ടോ. അപ്പോൾ അങ്ങനെ അവരെ ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ആദ്യം അറിയപ്പെട്ടിരുന്നത് ഗ്രീൻ ടോക്ക് എന്നായിരുന്നു. അതിനുശേഷം അവർ ആ പേര് മാറ്റി ഓക്ക് എന്ന് പറയുന്ന നെയിം ചൂസ് ചെയ്തു. നമുക്കറിയാം ഓക്ക് ട്രീ എന്താണെന്നറിയാം അല്ലേ? ഓക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ സിമ്പിൾ ഓഫ് സ്ട്രെങ്ത് ആണ്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും അവരുടെ നാഷണൽ ട്രീ ആയിട്ട് ഓക്ക് ട്രീ ചൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് USA, ഫ്രാൻസ്, ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ ഓക്ക് ട്രീ ആണ് അവരുടെ നാഷണൽ ട്രീ ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. റീസൺ എന്ന് പറയുന്നത് ഓക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരും ഈ ഡെവലപ്മെൻറ്റ് ജെയിംസ് ഗോസ്ലിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഡെവലപ്മെൻറ്റ് ടീം ആദ്യമേ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ചൂസ് ചെയ്ത ഒരു നെയിം ഓക്ക് ആയിരുന്നു. പക്ഷേ ഓക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആ നെയിം വീണ്ടും ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവർ വീണ്ടും ആലോചിച്ച് തുടങ്ങി, ഇനി എന്ത് നെയിം ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഓക്കിന് പകരം എന്ത് നെയിം കൊടുക്കണമെന്ന് ആ ടീം ആലോചിച്ച് തുടങ്ങി. അങ്ങനെയാണ് ഫൈനലി 1995 ജാവ എന്ന് പറയുന്ന ആ പുതിയ പേര് നമ്മുടെ ഓക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ലഭിക്കുന്നത്. വൈ ജാവ? എന്തുകൊണ്ട് അവർ ജാവ എന്ന് പറയുന്ന പേര് ചൂസ് ചെയ്തു? ശരിക്കും പറഞ്ഞാൽ ഈ ജാവ എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലെ ഒരു ഐലൻഡാണ്. ആ ഐലൻഡിനൊരു പ്രത്യേകതയുണ്ട്, അത് കോഫിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ കോഫി അറിയപ്പെട്ടിരുന്നത് ജാവ കോഫി എന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ ലോഗോ കാണുമ്പോൾ നമുക്കറിയാമല്ലേ, ഒരു നല്ല ചൂട് ബോട്ടിൽ അല്ലെങ്കിൽ കപ്പിൽ കോഫി ഇരിക്കുന്ന ഒരു സിമ്പിളാണ് നമ്മുടെ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ലോഗോ വരാനുള്ളൊരു റീസൺ ഇതാണ്. അപ്പോൾ ജെയിംസ് ഗോസ്ലിംഗ് ഒരു കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനൊരു പേര് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ലോഗോയ്ക്ക് ആ ഒരു ഷേപ്പ് ലഭിക്കാനുള്ള റീസൺ. അപ്പോൾ ഇതാണ് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററി. അതിനുശേഷം ഫസ്റ്റ് ജാവ വേർഷനായ JDK 1.0 1990
ജാനുവരി 23 റിലീസ് ചെയ്തു. അതിനുശേഷം ഒരുപാട് ലേറ്റസ്റ്റ് വേർഷൻസ് സ്റ്റിൽ നൗ ഇപ്പോഴും പുതിയ പുതിയ വേർഷൻസ് ജാവ വേർഷൻസ് അവൈലബിൾ ആണ്. ഓരോ പുതിയ വേർഷനും ജാവയിലേക്ക് പുതിയ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എബോവ് 3 മില്യൺ ഡിവൈസസ് റൺ ചെയ്യുന്നത് ജാവ യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനും ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ലൈക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിവൈറസ് അല്ലെങ്കിൽ മീഡിയ പ്ലെയേഴ്സ് അങ്ങനെയുള്ള ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിന്, സ്മാർട്ട് കാർഡ്സ്, ഗെയിംസിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ജാവ യൂസ് ചെയ്ത് നമുക്ക് 4 കൈൻഡ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസും, വെബ് ആപ്ലിക്കേഷൻസും, എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻസും, അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻസും. അപ്പോൾ നമുക്കിനി ഈ ഓരോ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസിൻ്റെ ഡെവലപ്മെൻറ്റിനാണ്. എന്താണ് ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ? ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനെ സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻസ് എന്നും വിൻഡോസ് ആപ്ലിക്കേഷൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ട്രഡീഷണൽ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിനെയാണ് നമ്മൾ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിൻ്റെ ലോക്കൽ സെർവറിലായിരിക്കും. അതായത് നമുക്ക് ആ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒരു തവണ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വിതൗട്ട് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് ആ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഈ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ടും ഓരോ സിസ്റ്റത്തിലും സെപ്പറേറ്റ്ലി നമ്മൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാൻഡ് അലോൺ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ മീഡിയ പ്ലെയർ, ഇതൊക്കെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു യൂസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. അതിനുശേഷം നമുക്ക് വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. നമുക്കറിയാം എന്താണ് ഒരു വെബ് ആപ്ലിക്കേഷൻ എന്നുള്ളത്. ദ ആപ്ലിക്കേഷൻ ദാറ്റ് റൺ ഓൺ വെബ് സെർവർ. വെബ് സെർവറിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസിനെയാണ് നമ്മൾ വെബ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെബ് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെബ് ബ്രൗസർ വേണം, ലൈക്ക് ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സോ. മാത്രമല്ല, നമുക്കൊരു ആക്റ്റീവ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വെബ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്ന ജിമെയിൽ അല്ലെങ്കിൽ ഗൂഗിൾ സ്ലൈഡ്സ്, ഇതെല്ലാം വെബ് ആപ്ലിക്കേഷൻസിന് എക്സാമ്പിൾസ് ആണ്. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ജാവ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ജാവയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻസ്. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എൻ്റർപ്രൈസിനോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിനെയാണ് നമ്മൾ എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മുടെ ബാങ്കിങ്ങിൽ യൂസ് ചെയ്യുന്ന, ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ സ്കൂളുകളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, അതൊക്കെ ഒരു പെർട്ടിക്കുലർ എൻ്റർപ്രൈസിൻ്റെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ അടുത്ത കാറ്റഗറിയാണ് മൊബൈൽ ആപ്ലിക്കേഷൻസ്. നമുക്കറിയാം നമ്മൾ മൊബൈലിൽ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ മൊബൈൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനും ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഗാലറി, നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫോണിലുള്ള കലണ്ടർ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മോർ ദാൻ 3 ബില്യൺ ഡിവൈസസ് ഇപ്പോൾ റൺ ചെയ്യുന്നത് ജാവയുടെ ഹെൽപ്പോടു കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടു എന്താണ് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നും അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്നുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടത്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ കാണാൻ പോകുന്നത് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു ജാവ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാം, അതിൻ്റെ പാത്ത് എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ നമുക്കൊരു സിമ്പിൾ പ്രോഗ്രാം ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. സോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സോ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.